IPL രണ്ടാം ക്വാളിഫയർ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറി നേടിയ ശേഷം സെഞ്ചുറിക്ക് 4 റൺസ് അകലെ പുറത്താവുകയാണ് വൈഭവ് സൂര്യവംശി എന്ന വണ്ടർ കിഡ്. കഴിഞ്ഞ മത്സരത്തിലേതുപോലൊരു സമാന ഷോട്ടിൽ സമാന ഔട്ടാവലായിരുന്നു അത്. നിരാശനായി മടങ്ങി വരുന്ന വൈഭവ് സൂര്യവംശി. എന്നാൽ ഡഗ്ഔട്ടിലെത്തിയ 15-കാരൻ വൈഭവ് സൂര്യവംശിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന രാജസ്ഥാൻ നായകൻ റിയാൻ പരാഗ്. തുടർച്ചയായി രണ്ടാം മത്സരത്തിലാണ് വൈഭവ് 90-കളിൽ വീഴുന്നത് എന്നോർക്കണം. ടീമിനെ തകർച്ചയിൽ നിന്നും കരകയറ്റിയ ഇന്നിംഗ്സ് ആയിരുന്നു വൈഭവിൻ്റേത് എന്നോർക്കണം. ഇതുവരെ കളിച്ച ഇന്നിംഗ്സുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇതൊരു നങ്കൂരമിട്ടുള്ള ടീമിന്റെ അവസ്ഥ മനസ്സിലാക്കിയുള്ള ഇന്നിംഗ്സ് ആയിരുന്നു എന്നോർക്കണം. എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 29 പന്തിൽ 97 റൺസ് എടുത്ത് പുറത്തായ വൈഭവ് ഗുജറാത്തിനെതിരെ 96 റൺസ് നേടാൻ 47 പന്തുകൾ എടുത്തു എന്നോർക്കണം. സത്യത്തിൽ വൈഭവിന്റെ രക്ഷാപ്രവർത്തനം ഇന്നിംഗ്സിന് പോലും ഏതാണ്ട് 200ഓളം സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. അതവിടെ നിൽക്കട്ടെ, ഡഗ്ഔട്ടിലെത്തിയ ശേഷം നമ്മൾ കാണുന്നത് മറ്റൊരു കാഴ്ചയാണ്. നിരാശയോടെ ഡഗ്ഔട്ടിലേക്ക് മടങ്ങിയെത്തിയ വൈഭവിനോട് ക്യാപ്റ്റൻ റിയാൻ പരാഗ് ദേഷ്യത്തോടെ കൈ ചൂണ്ടി സംസാരിക്കുന്നത് ആ സമയത്ത് തത്സമയ സംപ്രേഷണത്തിനിടെ ക്യാമറകൾ ഒപ്പിയെടുക്കുന്നു. ഔട്ടായതിൻ്റെ നിരാശയിൽ, അതിനൊപ്പം തന്നെ അത്രയും നേരം ക്രീസിൽ നിന്നതിൻ്റെ ആ ഒരു ക്ഷീണത്തിൽ വെള്ളം കുടിച്ചുകൊണ്ട് നിസ്സഹായനായി നിൽക്കുന്ന ഈ ഒരു വൈഭവിനോട് വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ആ ഒരു രംഗങ്ങൾ, ആ സമയത്ത് അദ്ദേഹം വളരെ ദേഷ്യത്തിൽ സംസാരിക്കുന്നതൊക്കെ വീഡിയോയിൽ വ്യക്തമായിരുന്നു. എന്താകാം 15-കാരനായ ഈ പയ്യൻ വൈഭവിനോട് ഇത്രയും ദേഷ്യത്തിൽ ക്യാപ്റ്റൻ റിയാൻ പരാഗ് പറഞ്ഞത്? കോണ്ടെക്സ്റ്റ് എന്തുമാകട്ടെ, പരാഗിൻ്റെ ഈ കൈ ചൂണ്ടിയുള്ള സ്കൂൾ പ്രിൻസിപ്പൽ ആറ്റിറ്റ്യൂഡ് ശരിയാണോ? നമുക്കൊന്ന് നോക്കാമെന്ന് തോന്നുന്നു. പരാഗിന്റെ അപക്വമായ പെരുമാറ്റത്തിനെതിരെ ആരാധകർ രൂക്ഷമായിട്ടാണ് ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ടീമിനെ തകർച്ചയിൽ നിന്നും ഒറ്റയ്ക്ക് രക്ഷിച്ച 15-കാരനോട് ഇങ്ങനെ പരസ്യമായി ദേഷ്യപ്പെടാൻ മാത്രം എന്താണ് റിയാൻ പരാഗിന്റെ ക്വാളിറ്റി എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെയും പരാഗിന്റെ നടപടി ആരാധകരെ അത്രയും ചൊടിപ്പിച്ചിട്ടുണ്ട്. റിയാൻ പരാഗിന്റെ ആറ്റിറ്റ്യൂഡ് പലതവണ ചർച്ചയായിട്ടുണ്ട്. നമുക്കറിയാം, ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരുവിധം ഓക്കെ ആയിരുന്നെങ്കിലും ഒരു ബാറ്റർ എന്ന നിലയിൽ ഡൽഹിക്കെതിരെയുള്ള ആ 2 ഇന്നിംഗ്സുകൾ ഒഴികെ പരാജയമായിരുന്നു റിയാൻ പരാഗ് ഈ സീസണിലാകെ. എന്നാലോ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വിദഗ്ധനെ പോലെയായിരുന്നു വൈഭവ് സൂര്യവംശിയെ പരാഗ് ഇങ്ങനെ കഴിഞ്ഞ മത്സരത്തിൽ നിരന്തരം കുറ്റപ്പെടുത്തുകയും പാഠം പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതായത് പുറത്തായി ഡഗ്ഔട്ടിലെത്തി ഒരു 5 മിനിറ്റ് ഒന്ന് ശ്വാസം വിടാൻ പോലും അനുവദിക്കാതെ, അങ്ങനെ നിർത്താതെയാണ് ആ സമയത്ത് വൈഭവിനെ ഇദ്ദേഹം ശകാരിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ IPL ആകെയും ഒരുപാട് വിമർശനങ്ങൾ കേട്ട താരമാണ് റിയാൻ പരാഗ്. നമുക്കറിയാം, മുമ്പ് വെയ്പ്പിംഗ് ഒക്കെ പിടിച്ചതും അതുപോലെ തന്നെ അത് വീഡിയോയിൽ കുരുങ്ങിയതുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെയും മാറ്റിവെച്ചുകൊണ്ട് വീണ്ടും ഒരു IPL ഫൈനലിൽ കളിക്കുക എന്ന മോഹം പൊലിഞ്ഞെങ്കിലും രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു സീസൺ തന്നെയായിരുന്നു ഇത്. സഞ്ജു സാംസനെ പോലെ ഒരു മികച്ച ക്യാപ്റ്റൻ ടീം വിട്ട ശേഷം കളിച്ച ആദ്യ സീസണിൽ തന്നെ IPL 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ രാജസ്ഥാന് സാധിച്ചിരിക്കുന്നു എന്നതിൽ അവർക്ക് അഭിമാനം കൊള്ളാവുന്ന ഒരു സിറ്റുവേഷനാണ്. ഇത്രയും മികച്ചൊരു പ്രകടനം രാജസ്ഥാനും നടത്താൻ ഈ റോയൽസിനെ സഹായിച്ചതിൻ്റെ പ്രധാന കാരണക്കാരൻ ഈ വണ്ടർ കിഡായ വൈഭവ് സൂര്യവംശിയാണ്. അദ്ദേഹം പല മത്സരങ്ങളിലും മഹേന്ദ്ര ബാഹുബലിയെ പോലെ തൻ്റെ ടീമിനെ മൊത്തം താങ്ങി നിർത്തുകയായിരുന്നു, മുന്നോട്ട് കുതിക്കുകയായിരുന്നു ഈ ടീമിനെയും കൊണ്ട്. 700+ റൺസുമായി ഈ സീസണിൽ ടീമിൻ്റെ നെടുന്തൂണായി മാറിയത് ഈ 15-കാരനാണ്. IPL പ്ലേ ഓഫിൽ തുടർച്ചയായി 2ാമത്തെ മാച്ചിലും ഈ 90-കളിൽ പുറത്തായെങ്കിലും രാജസ്ഥാനെ കഴിഞ്ഞ മത്സരത്തിൽ അടക്കം 200 കടത്തിയത് വൈഭവ് സൂര്യവംശിയാണ്. ഹിസ് ഫിയർലെസ് ബാറ്റിംഗ്, മാച്ച് വിന്നിംഗ് നോക്സ് ആൻഡ് എബിലിറ്റി ടു ഡെലിവർ അണ്ടർ പ്രഷർ പ്ലേഡ് എ മാസീവ് റോൾ ഇൻ RR's ജേർണി ദിസ് സീസൺ. ഒരുപക്ഷെ രാജസ്ഥാൻ റോയൽസ് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ എടുത്ത ഏറ്റവും ബ്രില്യൻ്റായ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു വൈഭവിനെ ടീമിലെത്തിക്കാനുള്ള ആ ഒരു തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ വൈഭവിൻ്റെ മിന്നും പ്രകടനങ്ങൾക്ക് പിന്നാലെ 2025-ൽ ജിദ്ദയിൽ നടന്ന IPL മെഗാലേലത്തിൽ വൈഭവിനെ ഈ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയതിൻ്റെ പഴയ ഓപ്ഷൻ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായിരുന്നു. ലേലം നടക്കുമ്പോൾ വെറും 13 വയസ്സ് മാത്രമായിരുന്നു വൈഭവിൻ്റെ പ്രായം. അദ്ദേഹത്തിനായി രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും മാത്രമാണ് രംഗത്തുണ്ടായിരുന്നത്. 30 ലക്ഷം രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന വൈഭവിനായി ആദ്യം രംഗത്തെത്തിയത് ഡൽഹി ക്യാപിറ്റൽസ് ആയിരുന്നു. രാജസ്ഥാൻ അത് 35 ലക്ഷമാക്കി ഉയർത്തി വിളിക്കുന്നു. ഒടുവിൽ 1 കോടി വരെ ഡൽഹി വാശിയോടെ ലേലത്തിൽ വിളിക്കുന്നു. രാജസ്ഥാൻ തുക 1.10 കോടി ആക്കിയതോടെ ഡൽഹി കുറച്ചുനേരം ആലോചനയിലാവുന്നു. ഒടുവിൽ അവർ പിന്മാറുന്നു. അതോടെ 1.1 കോടി രൂപയ്ക്ക് രാജസ്ഥാൻ വൈഭവിനെ അവരുടെ ടീമിലേക്ക് എത്തിക്കുന്നത് പിന്നീട് കണ്ടത് ചരിത്രമാണ്. അത് IPL എക്കാലത്തെയും വലിയ ബമ്പർ ലോട്ടറികളിൽ ഒന്നാവുന്ന കാഴ്ചയാണ് ഇത്തവണത്തെ സീസണിൽ. കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇത്തവണത്തെ സീസണിൽ അത് കൂടുതലും കാണുന്നത് നമ്മൾ കണ്ടത്.
ഇതിലും വലിയ തുകയ്ക്ക് ടീമിലെത്തിയ പല താരങ്ങളും മങ്ങിയപ്പോൾ ഈ 1.1 കോടി രൂപയുടെ 10 മടങ്ങ് മൂല്യമുള്ള പ്രകടനമാണ് യൂണിവേഴ്സൽ ബേബി ബോസ് എന്ന് ഇപ്പോഴേ വിളിപ്പേര് ചാർത്തപ്പെട്ട വൈഭവ് കാഴ്ചവെച്ചത്. യശസ്വി ജയ്സ്വാളും നായകൻ റിയാൻ പരാഗും ഒക്കെ ഫോം കണ്ടെത്താൻ ബുദ്ധിമുട്ടിയപ്പോൾ വൈഭവാണ് പല മത്സരങ്ങളിലും അവർക്ക് നെടുന്തുണായത്. ഈ മത്സരത്തിലേക്ക് വരുമ്പോഴും SRHുമായുള്ള തൊട്ട് മുമ്പത്തെ മത്സരത്തിൽ പ്രഫുലിന്റെ പന്തിൽ പുറത്തായതിന് ഏറെക്കുറെ അതേ രീതിയിലാണ്, സമാനമായ രീതിയിലാണ് അദ്ദേഹം പുറത്തായത്. കാഗിസോ റബാദ എറിഞ്ഞ 18 ഓവറിലായിരുന്നു ആ സംഭവം നടന്നത്. ഓസ്റ്റമിന് പുറത്തൊരു വൈഡ് ഷോർട്ട് ബോൾ ആയിരുന്നു റബാദ പരീക്ഷിച്ചത്. തേർഡ് മാനിന് മുകളിലൂടെ അപ്പർ കട്ട് കളിക്കാനായിരുന്നു വൈഭവിന്റെ ശ്രമം. പക്ഷേ ടൈമിംഗ് ഒന്ന് പാളുന്നു. പ്രതീക്ഷിച്ചതുപോലെ ബോൾ ദൂരം താണ്ടാതെ പോയപ്പോൾ തേർഡ് മാനിൽ പ്രസിദ്ധ് കൃഷ്ണയുടെ കൈകളിൽ അവസാനിക്കുന്നു വൈഭവ്. തുടർന്ന് വളരെ നിരാശനായി വൈഭവ് ക്രീസ് വിടുന്നു. ശേഷം നേരെ ഡഗ്ഔട്ടിൽ വന്ന് ഇരിക്കുമ്പോഴായിരുന്നു ഈ സംഭവങ്ങളൊക്കെയും അരങ്ങേറിയത്. ഈ സമയത്താണ് ക്യാപ്റ്റൻ റിയാൻ പരാഗ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ചൂടായി എന്തൊക്കെയോ ഉപദേശിക്കുന്നത്. ദേഷ്യത്തോടെ കൗമാര താരത്തോട് അദ്ദേഹം എന്തൊക്കെയോ പറയുന്നതൊക്കെ ആ സമയത്ത് തന്നെ ചർച്ചയായിരുന്നു. വൈഭവിൻ്റെ ഷോട്ട് സെലക്ഷനിൽ ഒരുപക്ഷെ പരാഗ് വളരെയധികം ക്ഷുഭിതനും അസംതൃപ്തനുമായിട്ടാണ് കാണപ്പെട്ടത്. കാരണം കഴിഞ്ഞ മത്സരത്തിലും ഇതേപോലെ തന്നെയാണ് അദ്ദേഹം ഔട്ടായത്. അപ്പോൾ സെഞ്ചുറി നേടാമായിരുന്നു എന്ന രീതിയിലുള്ള ഒരു സംസാരമായിരിക്കാം അദ്ദേഹം നടത്തിയത്. 18 ഓവറോളം ക്രീസിൽ നിറയുറപ്പിച്ച് കളിച്ചതിന് ശേഷം അവസാന ഘട്ടത്തിൽ ഇങ്ങനെയൊരു അബദ്ധം കാണിച്ചതാവാം ഒരുപക്ഷെ റിയാൻ പരാഗ് ചൂടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഒരുപക്ഷെ സെഞ്ചുറി കുറിക്കാമായിരുന്ന മറ്റൊരു മത്സരം കൂടി കഴിഞ്ഞ മത്സരത്തിലും കുറിക്കാമായിരുന്നു. അപ്പോൾ ഈ മത്സരത്തിലും അദ്ദേഹം സമാന മിസ്റ്റേക്ക് ആവർത്തിച്ച് പുറത്തായതും മറ്റുമൊക്കെ ക്യാപ്റ്റനെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ അത് പ്രകടിപ്പിക്കേണ്ട വിധം ഇതല്ലായിരുന്നു. പരാഗ് ശകാരിക്കവേ എല്ലാം കേട്ട് നിരാശനായി വൈഭവ് മിണ്ടാതിരിക്കുന്നതും ഈ ദൃശ്യങ്ങളിലുണ്ട്. സന്ദീപ് ശർമ്മയും ബർഗറുമെല്ലാം തൊട്ടടുത്ത് തന്നെ ഇടപെടാൻ മടിച്ച് ഇരിക്കുന്നുമുണ്ട്. അപ്പോഴാണ് ഈ പരാഗിന്റെ ആറ്റിറ്റ്യൂഡ് പ്രദർശനമുണ്ടായത്. സത്യത്തിൽ ഈ ടൂർണമെന്റിലാകെ വൈഭവ് സൂര്യവംശി തനിക്കുള്ള ഈ ഹൈപ്പ് ക്യാരി ചെയ്തപ്പോൾ റിയാൻ പരാഗ് ക്യാരി ചെയ്തത് അയാളുടെ ആറ്റിറ്റ്യൂഡാണ്. ഇപ്പോൾ തന്നെ ആളുകൾ ആഫ്റ്റർ വിരാട് കോഹ്ലി ഇറ്റ്സ് വൈഭവ് സൂര്യവംശി നൗ മൈ റീസൺ ഫോർ വാച്ചിങ് ക്രിക്കറ്റ് എന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാറ്റസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്, പ്രഖ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ക്യാപ്റ്റന്റെ ദേഷ്യപ്പെട്ടുകൊണ്ടുള്ള ഈ ചൂടൻ ഉപദേശവുമായി വൈഭവിന് നേരെ അദ്ദേഹം ആക്രോശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. പരാഗിന്റെ ആറ്റിറ്റ്യൂഡ് അവിടെയും നിന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഗുജറാത്ത് ഏതാണ്ട് ജയിക്കാൻ 12 പന്തിൽ 10 റൺസ് എന്ന ഇക്വേഷനിലായപ്പോൾ ഇതേ പരാഗ് വീണ്ടും വൈഭവിനോട് ഗ്രൗണ്ടിൽ ആക്രോശിക്കുന്നതും കാണാമായിരുന്നു. കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ടീമിനെ സീസൺ മുഴുവൻ തോളിലേറ്റിയിട്ടും വൈഭവിനോട് പരാഗ് ഇങ്ങനെ ഗ്രൗണ്ടിൽ വെച്ചും അതുപോലെ തന്നെ ഡഗ്ഔട്ടിൽ വെച്ചും ദേഷ്യപ്പെട്ടത് ഒട്ടും ശരിയല്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ അതിനുശേഷം ആരാധകരൊക്കെയും കുറിക്കുന്നത്. ഭൂരിഭാഗം മത്സരങ്ങളിലും പെർഫോം ചെയ്യാതെ വെറും പേരിന് മാത്രം നായകസ്ഥാനത്തുള്ള പരാഗിന് ഈ തരത്തിൽ വൈഭവിനെ ചീത്ത പറയാൻ എന്ത് അർഹതയുണ്ട് എന്ന് ചിലർ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നുണ്ട്. അതിനൊപ്പം വൈഭവിനെ ഊറ്റിയല്ലടോ താൻ ജീവിക്കുന്നത് എന്ന് ചോദിക്കുന്നവരുമുണ്ട്. നിലവിൽ നമുക്കറിയാം ടൂർണമെന്റിൽ ടോപ്പ് സ്കോറർക്കുള്ള ഓറഞ്ച് ക്യാപ്പ് ഇപ്പോൾ വൈഭവിന്റെ പേരിലാണ്. 16 മത്സരങ്ങളിൽ നിന്നും 237.30 എന്ന അവിശ്വസനീയ സ്ട്രൈക്ക് റേറ്റിൽ വാരിക്കൂട്ടിയത് 776 റൺസാണ് അദ്ദേഹം. ഒരു സെഞ്ചുറിയും 5 50+ സ്കോറുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 72 സിക്സറുകളാണ് വൈഭവിന്റെ ബാറ്റിൽ നിന്നും ഈ സീസണിൽ പിറന്നത്. ഇതും ഒരു ഓൾ ടൈം റെക്കോർഡ് കൂടിയാണ്. കഴിഞ്ഞ മത്സരത്തിലാണ് അദ്ദേഹം ഗെയിലിന്റെ 59 സിക്സർ എന്ന റെക്കോർഡ് തകർത്തത്. അപ്പോൾ എല്ലാം കൂടി വൈഭവ് തന്നെയാണ് ഈ ടൂർണമെന്റിന്റെ താരം എന്ന് തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും. നമ്മൾ ഒരുപക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ ടൂർണമെന്റിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അത് വൈഭവ് സൂര്യവംശി നിറഞ്ഞാടിയ ടൂർണമെന്റ് എന്ന രൂപത്തിൽ തന്നെയായിരിക്കും ഈ ടൂർണമെന്റ് ഓർമ്മിക്കപ്പെടുക. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഈ കഴിഞ്ഞ മത്സരത്തിലും രാജസ്ഥാനെ മുന്നിൽ നിന്ന് നയിച്ച വൈഭവിനോടാണ് പരാഗ് ഇങ്ങനെ അപക്വമായി പെരുമാറിയത്. മത്സരത്തിന് ശേഷമുള്ള സമ്മാനദാന ചടങ്ങിൽ റിയാൻ പരാഗ് വൈഭവിനെ പുകഴ്ത്തി രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും ചില സമയങ്ങളിലെ അതിരു കടന്നുള്ള പെരുമാറ്റങ്ങൾ അത് എത്രത്തോളം അപക്വവും ലൈൻ ക്രോസിംഗുമാണെന്ന് പരാഗ് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്.